ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കട്ട പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയേക്കാൾ കൂടുതൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ മിക്സ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സബ്ജ സീഡ്സ് ആണ്. 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ പാളയന്തോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 6 പഴം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. സ്പൂണോ ഫോർക്കോ കൈ കൊണ്ടോ നമുക്ക് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് നമുക്ക് കൈ വെച്ചൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. നന്നായിട്ട് പഴുത്ത മാങ്ങ വേണം എടുക്കാൻ. ഞാനിവിടെ ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 മാങ്ങ എടുക്കുക. ഇത് നമുക്ക് നേരത്തെ പഴം ഉടച്ചതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചേക്കുന്ന പഴത്തിൻ്റെ കൂടെ ഈ മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന സബ്ജ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സബ്ജ സീഡ്സ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഈത്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈത്തപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.